ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആനത്തെരച്ചി അഥവാ ആനപ്രാലി എന്നാണ് നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് പറയുന്നത്. വലിയ തെരച്ചിയാണ്. ഏകദേശം ഒരു 300 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വരുന്ന വലിയ ആനപ്രാലി തെരച്ചിയുടെ കാഴ്ചകൾ വിശേഷം നമുക്ക് കാണാൻ പോകുന്നത്. ഇതിൽ അപ്പോൾ നമ്മൾ ഈ തെരച്ചി ഒരു വള്ളത്തിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് വലയിൽ തന്നെ കെട്ടിയിട്ടാണ് കടപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, കരയിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം അതിന് ഭാരം കൂടുതലായതുകൊണ്ടും അത്രത്തോളം അതിന് വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് വള്ളം പതുക്കെ തന്നെയാണ് കരയിലോട്ട് വരുന്നത്. നിങ്ങൾ കാണാൻ റിവേഴ്സിലോട്ട് വരുന്ന വള്ളത്തിനെ അത്രത്തോളം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് വള്ളം പതുക്കെയാണ് റിവേഴ്സിലോട്ട് വരുന്നത്. ഫുൾ സ്പീഡിൽ വള്ളം വരുന്ന വള്ളമാണ് ഇത്ര പതുക്കെ വരുന്നത്. ഫുൾ സ്പീഡ് എഞ്ചിനിൽ വരുന്ന വള്ളമാണ് ഇത്ര പതുക്കെയാണ് വള്ളം വരുന്നത്. ഇത്രത്തോളം വെയിറ്റ് കിടക്കുന്നതുകൊണ്ടാണ് വള്ളം പതുക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് വലിയ ആനപ്രാലി തെരച്ചിയുടെ വിശേഷങ്ങൾ കാഴ്ചകൾ നോക്കാം. ഇത് നിങ്ങൾ കണ്ടല്ലോ, ആ ഫ്രണ്ടിൽ വലയിൽ തന്നെയാണ് അവർ കെട്ടിയിട്ട് നല്ലോടത്തൊരു കെട്ടി കിട്ടണ വള്ളത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ വള്ളത്തിൽ കയറ്റാൻ പറ്റുന്ന അത്രത്തോളം വെയിറ്റും അത്രത്തോളം വലുതുമാണ് ഈ തെരച്ചി. അതുകൊണ്ട് മാത്രമാണ് അവർ ഫ്രണ്ടിൽ വലയിൽ കെട്ടിയിട്ട് ആ തെരച്ചി കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാതെ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാ കണ്ടല്ലോ, അതായത് തലഭാഗം തൊട്ട് ഇങ്ങോട്ട് വരെ നല്ല വലുപ്പത്തിലാണ് തെരച്ചി നിൽക്കുന്നത്. ഇനി ഇതിനെ ഈ വലയിനെ കെട്ടഴിച്ച് കരയിലോട്ട് കൊണ്ടുവന്ന് വലയിൽ നിന്നും ഈ തെരച്ചിനെ വേർപ്പെടുത്തി എടുത്തതിന് ശേഷം മാത്രമാണ് ഇത് ലേലം ചെയ്യുന്നത്. അപ്പോൾ ഈ തെരച്ചി എത്ര രൂപയ്ക്കാണ് ലേലം പോകുന്നു എന്നുള്ള കാഴ്ച നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടാ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ആനപ്രാലി തെരച്ചി എന്ന് പറയണത്. നിങ്ങൾ കണ്ടല്ലോ, ഈ വലയിലെല്ലാം കൊളുവിയാണ് ഇത് കിടക്കുന്നത്. ഇതിന് പോയിലോട്ടാണ് അവർ വലിക്കുന്നത്. ഇത് ഏകദേശം ഒരു 3-4 പേര് വലിച്ചിട്ട് ഇത് മുകളിലോട്ട് കയറ്റാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ വീണ്ടും ആൾക്കാരൊക്കെ ചേർന്നാണ് വീണ്ടും വലിച്ച് മുകളിലിട്ട് കൊടുത്തത്. ഇതാ കണ്ടില്ല എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ നോക്കിയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കി, നല്ല വലിയ തെരച്ചിയാണ് ആനപ്രാലി എന്ന് പറയും. ഇത്ര വലിയ തെരച്ചിനെയൊക്കെ വലിയ ഭീമൻ തെരച്ചിയാണ്. കണ്ടല്ലോ, അതിന് അവരതിനെ വലയെല്ലാം കീറി മാറ്റിയതിന് ശേഷമാണ് ഇതിന് ലേലം ചെയ്യാൻ വേണ്ടി മുകളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ്, നമ്മളിതിൻ്റെ ലേലത്തിൻ്റെ ഇങ്ങനെ മുഴുവനായിട്ടല്ല ഇത് ലേലം വിളിച്ചിട്ടുള്ളത്. 8 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോരോ പീസായിട്ടാണ് ഇത് ലേലം വിളിച്ചത്. ഇതിൻ്റെ ലേലം നമ്മൾ എടുത്തിട്ടില്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൽ ഒരു പീസിൻ്റെ ലേലം നമ്മൾ ലേലത്തിൽ എടുത്തപ്പോൾ തന്നെ അതിൽ ഏകദേശം ആ പീസിൻ്റെ ബ്ലഡും അതെല്ലാം കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇത് ഇതായിക്കഴിഞ്ഞാൽ ശരിയാവുമല്ലോ, ഓപ്പറേറ്റും അതിൻ്റെ വയലൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ലേലം എടുക്കാത്തത്. അതുകൊണ്ട് നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ വലയോടെ കൂടെ തന്നെ തെരച്ചിന് മുകളിൽ വലിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ പിച്ചാത്തി വെച്ച് അതിൻ്റെ റോപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വലയെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇത് മുകളിലോട്ട് വലിക്കുന്നത്. നല്ല വെയിറ്റുണ്ട് സാധനം. പറഞ്ഞ പോലെ 300 കിലോയ്ക്ക് മുകളിൽ തന്നെയാണ് ഇത് വെയിറ്റ് ഉള്ളത്. ഇനി എത്ര രൂപയ്ക്കാണ് പോയത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പറയാം. അപ്പം ലേലം ചെയ്ത ആളെടുത്തേ നമ്മൾ ഇന്നലെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ലേലത്തിൻ്റെ ഇത് എത്ര രൂപയ്ക്കാണ് പോയെന്നുള്ളത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലേലം കാണണമെന്നില്ല, നമ്മൾ ലേലം വിളിച്ച ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ലൈവായിട്ട് പിഴിഞ്ഞും കുട്ടിച്ചൂരുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അതിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് ലേലം ചെയ്ത ലോറൻസ് ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് എത്ര രൂപയ്ക്കാണ് പോയത് എന്നുള്ളതൊക്കെ. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എത്ര രൂപയ്ക്കാണ് പോയെന്ന് പറഞ്ഞു കേട്ടോ. 8 പീസാണ് ഇത് തെരച്ചിൽ കട്ട് ചെയ്തിട്ടുള്ളത്. 8 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഓരോരോ പീസായിട്ടാണ് ഇത് ലേലം വിളിച്ചത് കേട്ടോ. അത് കെട്ടി അതിന് മുകളിലോട്ടാണ് ഇത് വലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പോണു
ഈ തെരച്ചിന് ഏകദേശം 8-9 പേര് ചേർന്ന് വലിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്ര വലിയ തിരച്ചിലാണ്. അപ്പോൾ ഇത് ഏകദേശം തുടങ്ങിക്കാന്ന് പോകാമെന്ന് പറയാൻ പോകുന്നത്. ഇത് ഏകദേശം 18,500 രൂപയ്ക്കാണ് തിരച്ച് വിറ്റ് പോയിട്ടുള്ളതാണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പീസാണ് അവർ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പീസ് കട്ട് ചെയ്ത് നമ്മളിത് പീസ് കാണിക്കാത്തത് അതിൻ്റെ ബ്ലഡിൻ്റെ അംശങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഫുൾ ബ്ലഡാണ് ഇരുന്നത്. അതാണ് നമ്മൾ കാണിക്കാത്തത്. അതുകൊണ്ട് കുട്ടികൾ ക്ഷമിക്കുക. ഇതാ കട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡ് വരുന്നതിന് ശേഷം നമ്മളിതിൻ്റെ കട്ടിങ്ങിന് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഒരുപാട് ബ്ലഡാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മളൊക്കെ എടുക്കാത്തത് കേട്ടാ. അപ്പോൾ അതിൻ്റെ തെരച്ച് കുടലിന് വേണ്ടി ആൾക്കാർ നിൽക്കുക. തെരച്ച് കുടലെന്ന് പറഞ്ഞാൽ അതിലൊരു മെഡിസിൻ്റെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തെരച്ച് കുടലിന് വേണ്ടി ആൾക്കാർ കുറച്ച് പേര് നിൽപ്പുണ്ട്. ആ കുട്ട കൊണ്ടുവച്ചത് തെരച്ച് കുടൽ കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയാണ്. പീസായിട്ട് കട്ട് ചെയ്യാണ്. പീസായിട്ട് കട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കൂട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലഡ് വന്ന് പറയുന്നത് മാറ്റിയിട്ടുണ്ട്. ബ്ലഡ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റിയത്. പീസായിട്ട് കൊണ്ടുവന്ന ഒരു പീസ് കൊണ്ടുവന്ന ബ്ലഡ് കണ്ടല്ല. അതാണ് ഞാൻ ബ്ലഡിൻ്റെ അംശം കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു പീസ് തുടങ്ങി പറഞ്ഞിട്ട് വീട് നിർത്താമേ. 1700 750 750 800 1800 800 1800 800 രൂപ 50 850 1850 850 900 1900 1900 900